ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് 2025 എക്കണോമിക്സ് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനകത്ത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകത്തിനെ കുറിച്ചാണ്. അതിൽ കുറച്ച് ടേംസുകളുണ്ട്, ഏകദേശം ഒരു 10ഓളം ടേംസുകളുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ്സാണ്. അത് മാത്രമല്ല, ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസും PSC ചോദിക്കാറുണ്ട്. യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യും. അത്തരത്തിൽ ക്വസ്റ്റ്യൻസും കൂടി ലാസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്ത് കാണുക, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ടിനായിട്ട് ടെലിഗ്രാം ചാനൽ നോക്കുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. എന്താണ് GDP? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമൊത്ത സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. GDP ഈസ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ goods and services produced within a country's borders in a specific period, usually a year. അതായത് സാധാരണയായിട്ട് ഒരു വർഷത്തിൽ, എന്താണ് പറയുന്നത്, ഒരു വർഷത്തിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ, അതായത് ഒരു വർഷത്തിൽ ഒരു കൺട്രിക്കുള്ളിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ബോർഡറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ടോട്ടൽ മോണിറ്ററി വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. ഇതായത് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന്. ഇത് നമുക്ക് ഓപ്ഷനിൽ ചോദിക്കാറുമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തന്നിട്ട് ചോദിക്കും. അപ്പോൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാൽ എന്താണ്? GDP ഈസ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇവിടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു ഷുഗർ ഫാക്ടറി ഉണ്ട്. ഷുഗർ ഫാക്ടറിയിലെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിമ്പാണ്. കരിമ്പിൽ നിന്നാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. സോ അവിടെ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്, ഷുഗർ ഫാക്ടറിയുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ ആണ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ്? ഷുഗർ ആണ് ലാസ്റ്റ് പ്രൊഡക്റ്റ്. എന്നാൽ നമ്മൾ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ബേക്കറിക്കകത്ത് പോവുകയാണെങ്കിൽ ആ ബേക്കറിയിലെ അസംസ്കൃത വസ്തു നമ്മൾ ഈ ഷുഗർ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ച ഷുഗറാണ്. പക്ഷേ അവിടുത്തെ ഫൈനൽ സർവീസ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ ഷുഗർ ഫാക്ടറിയിലെ ഫൈനൽ ഗുഡാണ്, ബേക്കറിയിലെ ഫൈനൽ ഗുഡ് എന്താണ്? കേക്കാണ്. ഇതുപോലെ തന്നെയാണ് സർവീസസിൻ്റെ കേസിലും. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഏതൊക്കെ ഗുഡ്സ് ഉണ്ട്, ഏതൊക്കെ സർവീസസ് ഉണ്ട്, അതിൻ്റെ എല്ലാം മോണിറ്ററി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടുന്നത്. അത് നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ടെറിട്ടറിയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്ട്സിൻ്റെ വാല്യൂസ് ആണ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കീ ഇൻഡിക്കേറ്റർ ആണ് ഏത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പൊ നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. വാട്ട് ഈസ് ദ കീ ഇൻഡിക്കേറ്റർ ഓഫ് എ കൺട്രീസ് എക്കണോമിക് പെർഫോമൻസ്? അതെന്താണ്? ഒരെണ്ണം ഏതാണ്? നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് പെർഫോമൻസ് എന്തെന്നറിയാൻ, നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി 2 ടൈപ്പ് GDPs ഉണ്ട്. അതിലൊന്നാമത്തത് നോർമൽ GDP ആണ്. മെഷേർഡ് അറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസസ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ഫോർ ഇൻഫ്ലേഷൻ. അതായത് ഇവിടെ ഇൻഫ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണപ്പെരുപ്പമാണ്. അതായത് നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അവിടെ എത്രത്തോളം പണം കൂടുതലാണെന്നോ മാർക്കറ്റിൽ പണം കുറവാണോ, ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ ഒന്നും നോക്കാതെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് ഈ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മൊത്തത്തിലുള്ള വാല്യൂ മെഷർ ചെയ്ത് GDP ഇടുന്നതെങ്കിൽ അതിന് നമ്മൾ നോമിനൽ GDP എന്ന് പറയും. അപ്പം നോമിനൽ GDP എന്ന് വെച്ചാൽ എന്താണ്?
നോമിനൽ GDP മെഷേർഡ് അറ്റ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ഫോർ ഇൻഫ്ലേഷൻ. അടുത്തത് റിയൽ GDP ആണ്. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന യഥാർത്ഥ GDP. ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഈ ഇൻഫ്ലേഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. അതായത് നമ്മുടെ പണപ്പെരുപ്പം എത്രത്തോളം ആണ് ഇൻഫ്ലേഷൻ നമ്മുടെ മാർക്കറ്റിലുള്ളത്, അതും കൂടി ആഡ് ചെയ്ത് അതും കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും, ഒരു അഡ്ജസ്റ്റബിൾ വാല്യൂ ആയിരിക്കും GDP ആയിട്ട് വരുന്നത്. എന്നാൽ മാത്രമേ കറക്റ്റ് നമ്മുടെ എക്കണോമീൻ്റെ ഗ്രോത്ത് എത്രയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റഡ് GDP ആണ് ഏതെന്ന് പറയുന്നത്, റിയൽ GDP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസുകൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. നോമിനൽ GDP ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻഫ്ലേഷൻ നോക്കത്തില്ല, എന്താണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് നോക്കും, അത് വെച്ചിട്ട് വാല്യൂ ചെയ്യും. ദെൻ റിയൽ GDP ആണെങ്കിൽ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഒക്കെ നോക്കിയിട്ടാണ് അവിടെ നമ്മൾ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും എന്തെടുക്കുന്നത്, മോണിറ്ററി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ റിയൽ GDP എന്ന് വിളിക്കും. ഇനി എന്താണ് GDP പെർ ക്യാപിറ്റ എന്നത്? GDP പെർ ക്യാപിറ്റ നമ്മുടെ GDP ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ ഷോയിങ് ദ ആവറേജ് എക്കണോമിക് ഔട്ട്പുട്ട് പെർ പേഴ്സൺ. അതായത് ഒരു പേഴ്സന്റെ ആവറേജ് എക്കണോമിക് ഔട്ട്പുട്ട് എത്ര എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് GDP പെർ ക്യാപിറ്റ നോക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, എത്ര ആൾക്കാരുണ്ട്, 10,000 ആൾക്കാരാണ് ഉള്ളതെന്ന് വെച്ചോൾ. അവിടെ നമ്മുടെ GDP എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നതാണ്, മൊത്തത്തിൽ 1 ലക്ഷമാണ് നമ്മുടെ GDP എങ്കിൽ ഈ 1 ലക്ഷത്തിനെ 10,000 കൊണ്ട് ഭാഗിക്കും, ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഭാഗിക്കും. അപ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടും, 1 ലക്ഷത്തിനെ 10,000 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 100 കിട്ടും അല്ലേ. അപ്പോൾ അവിടുത്തെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് എന്താണ്, 100. അപ്പോൾ അതാണ് GDPയെ നമ്മൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ കൊണ്ട് ഭാഗിക്കും. അപ്പോൾ നമുക്ക് ഒരു പേഴ്സണിനുള്ള GDP പെർ ക്യാപിറ്റ എത്ര ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GDP പെർ ക്യാപിറ്റൽ നോക്കുന്നത്. ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ GDPയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, GDP കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല GDP is equal to C plus I plus G plus X minus M. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. സി എന്നാൽ കൺസംഷൻ ആണ്, നമ്മൾ എത്രത്തോളം സാധനങ്ങൾ ഉപഭോഗം ചെയ്തു എന്നുള്ളതാണ് കൺസംഷൻ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഉപഭോഗം ചെയ്ത സാധനങ്ങളുടെ വാല്യൂ എടുക്കുന്നു, ടോട്ടൽ എത്ര നമ്മൾ കൺസ്യൂം ചെയ്തു അതിൻ്റെ വാല്യൂ എടുക്കുന്നു, അതാണ് സി. ദെൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ്. ദെൻ അടുത്തത് ജി, ഗവൺമെന്റ് എത്രത്തോളം സ്പെൻഡ് ചെയ്തു. അടുത്തത് എക്സ്, എത്ര പ്രോഡക്ട്സിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. പക്ഷേ അവിടെ മൈനസ് എം വന്നു. എം മീൻസ് ഇമ്പോർട്ട് എന്നാണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കാശ് കൊടുത്തിട്ടാണ് സാധനത്തിന് ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്യാഷ് പോകുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മൈനസ് കൊടുത്തത്. സോ എം ഇമ്പോർട്ട്സ് ആണ്. അപ്പോൾ ടോട്ടൽ GDP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ എത്ര സാധനം നമ്മൾ കൺസ്യൂം ചെയ്തു അതിൻ്റെ വാല്യൂ പ്ലസ് എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അത് പ്ലസ്, അടുത്തത് ഗവൺമെന്റ് എത്രത്തോളം സ്പെൻഡ് ചെയ്തു പ്ലസ് എത്രത്തോളം നമ്മൾ മറ്റു രാജ്യത്തോട്ട് എക്സ്പോർട്ട് ചെയ്തു പ്രോഡക്ട്സിനെ, അടുത്തത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനത്തിൻ്റെ വില അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ഇതിലേക്ക് നമുക്ക് പോവാം. അടുത്തതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്? മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ GNP. GNPയും GDPയും സിമിലർ ആണ്. പക്ഷേ നിങ്ങൾ നോക്ക്, മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എവിടെയൊക്കെ ആരൊക്കെ
കാശ് ഉണ്ടാക്കുന്നുണ്ടോ, ഇൻകം ഉണ്ടാക്കുന്നുണ്ടോ, അത് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അതായത് GNP ഈസ് സിമിലർ ടു GDP ബട്ട് ആൾസോ ഇൻക്ലൂഡ്സ് ഇൻകം ഏൺഡ് ബൈ റെസിഡൻസ് അബ്രോഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഇൻകം ഏൺഡ് ബൈ ഫോറിനർ വിത്തിൻ ദ കൺട്രി. അതായത് നമ്മുടെ GDPയോട് കൂടി നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ GDPയോടൊപ്പം എന്തും കൂടെ ആഡ് ചെയ്യാണ് നമ്മുടെ വിദേശത്ത് നിൽക്കുന്ന പ്രവാസികളില്ലേ, മറ്റ് രാജ്യങ്ങളിൽ നിൽക്കുന്ന ഗൾഫ് കൺട്രീസിലായാലും ബാക്കിയുള്ള UK, അമേരിക്ക, ജപ്പാൻ, ജർമ്മനി എവിടെ നിൽക്കുന്ന നമ്മുടെ സിറ്റിസൺസിൻ്റെ ഇൻകം കംപ്ലീറ്റും എവിടെ ആഡ് ചെയ്യും, നമ്മുടെ GDPയുടെ കൂടെ ആഡ് ചെയ്യും. അതിനെയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യത്തില്ല, നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന വിദേശി, അതായത് മറ്റ് രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള ഫോറിനേഴ്സിൻ്റെ ഇൻകം നമ്മളിവിടെ ആഡ് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്താണ്, ഫോറിനേഴ്സിൻ്റെ ഇൻകം നമുക്കുള്ളതല്ല, അവർ എങ്ങോട്ടാണ് അയക്കുന്നത്, അവർ മറ്റ് രാജ്യത്തിലോട്ടാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഇപ്പം ജപ്പാൻ കമ്പനീൻ്റെ ഒരു ജപ്പാൻ എംപ്ലോയി ആണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ആ കാശ് നേരെ കൊടുക്കുന്നത് എങ്ങോട്ടാണ്, ജപ്പാനിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻകം അല്ല, അത് ജപ്പാൻ്റെ ഇൻകം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഫോറിനേഴ്സിൻ്റെ ഇൻകം അല്ലെങ്കിൽ അവരുടെ സാലറി ഒന്നും നമ്മൾ എന്തിൽ ആഡ് ചെയ്യത്തില്ല, നമ്മുടെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ ആഡ് ചെയ്യത്തില്ല. അപ്പം എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം മൊത്ത ദേശീയ വരുമാനം അല്ലെങ്കിൽ ദേശീയ ഉൽപ്പന്നം എന്നാണ്. അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം നമ്മൾ GDP കണ്ടുപിടിക്കുക. GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിൽ നിന്ന് എത്രത്തോളം ഇൻകം കിട്ടി അതും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, GNP കിട്ടും. അപ്പോൾ നമ്മൾ GDP കണ്ടുപിടിച്ചു, അടുത്തത് GNP കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ടേം നമുക്ക് നോക്കാം. അടുത്ത ടേം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. NNP ഈസ് ഡിറൈവ്ഡ് ഫ്രം GNP ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്ന്, GNPയിൽ നിന്നും, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്, തേയ്മാനം എന്നാണ് അതിൻ്റെ കറക്റ്റ് മലയാളം. എന്താണ്, തേയ്മാനം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. വാഷിംഗ് മെഷീന് നമ്മളൊരു 40,000 രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലുള്ള മൊത്തത്തിലുള്ള ഉപകരണങ്ങളുടെ എല്ലാം കൂടെ വില ഇടുമ്പോൾ ഇതിന് വാഷിംഗ് മെഷീന് 40,000 രൂപ ഉണ്ടാവും. ഒരു വർഷം കഴിഞ്ഞ സാധനമാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് വരും, ഏകദേശം വാറണ്ടി പോലും ഇല്ലാതെ ഒരവസ്ഥയാണ്. അപ്പം നമുക്ക് ഈ 40,000 എന്നുള്ളത് എത്രയാവും, 30,000 15,000 ഒക്കെ ആയിട്ട് മാറും. കാരണം അവിടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു മെഷീനറിയാണ്, അവിടെ തേയ്മാനം ഉണ്ടായി. അപ്പോൾ അവിടെ എന്തുണ്ടായി, കുറച്ച് കുറവ് വരും. അപ്പം ഈ കുറവുകൾ നമ്മുടെ രാജ്യത്തിലെ മറ്റുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലും ഇത് ബാധകമാണ്. സോ NNP എന്നാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നാൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും അവിടെ നമ്മൾ എന്താണ്, തേയ്മാന ചെലവ് കുറയ്ക്കും. അതാണ് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. അല്ലെങ്കിൽ മൂല്യത്തകർച്ച, അതായത് ഈ പണത്തിൻ്റെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മൊത്തം തേയ്മാന ചെലവ് കുറയ്ക്കും. അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10,000 രൂപയാണ് നമ്മുടെ GNP എങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 100 രൂപ കുറച്ചാൽ എത്ര കിട്ടുന്നു, അതാണ് അവിടുത്തെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GDP നോക്കി. നെക്സ്റ്റ് നാഷണൽ ഇൻകത്തെ പറ്റിയിട്ട് നോക്കാം. National income is the total income earned by a country's residents and businesses, including wages, rents, interest and profit after deducting indirect taxes and adding subsidies. Subsidies ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ആഡിങ് സബ്സിഡീസ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാണ് നമുക്ക് കിട്ടുന്നതാണ് സബ്സിഡി എന്ന് പറയുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളിൽ നിന്ന് പിടിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം GDP കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ GDPയുടെ കൂടെ നമ്മൾ ഏതും കൂടെ ആഡ് ചെയ്യും, നമ്മുടെ എന്താണ്, നമ്മുടെ ആളുടെ പേരെന്താണ്, പ്രവാസികളുടെ, അതായത് ഫോറിനേഴ്സിൻ്റെ അല്ല,
നമ്മുടെ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ഇൻകം അതെല്ലാം നമ്മുടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് GNP ആണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് NNP കിട്ടും. ഈ NNPന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കും? ഇൻഡയറക്റ്റ് ടാക്സസ്, സബ്സിഡീസ് കൂട്ടും. അപ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് നാഷണൽ ഇൻകം. അതായത് ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന സബ്സിഡീസ് എത്രയുണ്ടോ അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഇൻകം. എന്താണ് പേഴ്സണൽ ഇൻകം? പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് വേജസ്, സാലറീസ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് ബട്ട് ബിഫോർ പേയിങ് പേഴ്സണൽ ടാക്സസ്. നമ്മളുടെ പേഴ്സണൽ ടാക്സസ് അടച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന വേജസിൻ്റെയും സാലറിയുടെയും റെന്റിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും ഡിവിഡൻറ്റിൻ്റെയും ഒക്കെ ടോട്ടൽ തുകയാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് കുറച്ച് കോർപ്പറേറ്റ് ടാക്സസ് കുറച്ചതിന് ശേഷം നമ്മൾക്ക് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടുന്നതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഇന്ത്യയിലെ ഇപ്പം ഇന്ത്യൻ രാജ്യത്തിൻ്റെ വരുമാനം നമ്മൾ കണക്കാക്കുന്ന സമയത്ത് ഒരു പേഴ്സണിന്, അതായത് ഇന്ത്യയിലെ ഓരോ സിറ്റിസണിനും ഇന്ത്യ എന്ത് കൊടുക്കാറുണ്ട്? നമ്മുടെ ഓരോ വെൽഫെയർ ഫണ്ടുകൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹിളാ സമൃദ്ധി യോജനയുടെ ഭാഗമായിട്ട് കാശ് കൊടുക്കുന്നു, തൊഴിലുറപ്പ് വഴി കാശ് കൊടുക്കുന്നു, പെൻഷനുകൾ കൊടുക്കുന്നു. അപ്പോൾ അതെല്ലാം ഏതിൽ വരും? നമ്മുടെ ഒരു സ്കീം വഴി കിട്ടുന്ന കാശാണ്. അതിനെല്ലാം ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്നാണ് പറയുന്നത്. അത് ഏതിൽ കൂടെ ആഡ് ആവും? പേഴ്സണൽ ഇൻകത്തിൽ ആഡ് ആകും. പക്ഷേ ഏതിൽ വരത്തില്ല? നാഷണൽ ഇൻകത്തിൽ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് വരത്തില്ല. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി പറഞ്ഞുതരാം. അടുത്തത് എന്താണ് ഡിസ്പോസബിൾ ഇൻകം? ഡിസ്പോസബിൾ ഇൻകം ഈസ് ദ ഇൻകം അവൈലബിൾ ടു ഇൻഡിവിജ്വൽ ആഫ്റ്റർ പേയിങ് ഡയറക്റ്റ് ടാക്സസ്. നമ്മൾ നേരത്തെ പേഴ്സണൽ ഇൻകം പറഞ്ഞ സമയത്ത് ഇൻഡയറക്റ്റ് ടാക്സസ് ആഡ് ചെയ്യാതിരുന്നതാണ് പറഞ്ഞത്. പക്ഷേ അതായത് പേഴ്സണൽ ടാക്സസ് നമ്മൾ പേ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഡിസ്പോസബിൾ ഇൻകം എന്നാൽ എന്താണ്? ഡയറക്റ്റ് ടാക്സ് അടച്ചതിന് ശേഷം ഉള്ള എത്ര ഇൻകം ഉണ്ടോ അതിനെയാണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഡിറ്റർമിൻസ് കൺസ്യൂമർ സ്പെൻഡിങ് ആൻഡ് സേവിങ്സ്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമർ എത്രത്തോളം സ്പെൻഡ് ചെയ്തു, എത്രത്തോളം സേവ് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഡിസ്പോസബിൾ ഇൻകം വഴി അറിയാൻ പറ്റും. അപ്പോൾ ഡിസ്പോസബിൾ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സ് കുറച്ചാലുള്ളതാണ് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഈ പേഴ്സണൽ ഇൻകവും ഡിസ്പോസബിൾ ഇൻകവും മറക്കരുത്. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് അത് നമ്മൾ പേഴ്സണൽ ടാക്സ് അടയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് കിട്ടുന്ന ക്യാഷാണ്. ഇനി നമ്മൾ അടച്ചതിന് ശേഷം കിട്ടുന്നത് ഡിസ്പോസബിൾ ഇൻകം ആണ്. അടുത്തത് പെർ ക്യാപിറ്റ ഇൻകം. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻ എ കൺട്രി. അതായത് നമ്മുടെ രാജ്യം എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉള്ള കൺട്രി ആണെന്ന് അറിയാൻ പറ്റിയിട്ടുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം. ദേശീയ വരുമാനം ഒരു ശരാശരി ദേശീയ വരുമാനമാണ്, അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയും. അതായത് നമ്മുടെ ഓരോ തലയ്ക്കും, ശീർഷം എന്ന് വെച്ചാൽ എന്താണ്? ഒരു തല. അതായത് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അതിനെ നമുക്ക് എത്ര ഇൻകം ഉണ്ടെന്ന് നോക്കും. ആ മൊത്തത്തിലുള്ള ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഓരോ തലയ്ക്കും എത്ര ഇൻകം ഉണ്ട് എന്നുള്ളതാണ് പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ചെയ്തു നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ് പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കുന്നത്? ഇതൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ് ടു ഐഡന്റിഫൈ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻ എ കൺട്രി. ആ നമ്മൾ താമസിക്കുന്ന കൺട്രിയുടെ സ്റ്റാൻഡേർഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 7 പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് GDP,
GNP, NNP. ഇത് സ്ഥിരം PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇത് UPSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഏതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് നോക്കാം. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് തെറ്റ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എടുക്കാറില്ല. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ബ്ലാക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻ. ആൻസർ ഏതാണ് വരുന്നത്? ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമുക്കറിയാം ഏറ്റവും അവസാനത്തെ പ്രോഡക്റ്റിന്റെ ആ ഒരു ഗുഡ്സിന്റെയും സർവീസസിന്റെ മോണിറ്ററി വാല്യൂ ആണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്തത് വരുന്നത് വിച്ച് ഫോർമുല കറക്റ്റ്ലി റെപ്രസെന്റ് GDP? GDP റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? കൺസ്യൂം, ടോട്ടൽ എത്ര കൺസ്യൂം ചെയ്തു, ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ടോട്ടൽ എത്ര ഗവൺമെന്റ് യൂസ് ചെയ്തു, ഇതിന് എത്രത്തോളം എക്സ്പോർട്ട് ചെയ്തു, അതിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത വാല്യൂ കുറയ്ക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GDP ആൻഡ് GNP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? GNP എന്ത് ഇൻക്ലൂഡ് ചെയ്യും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. പക്ഷേ GDP-ക്കകത്താണെങ്കിൽ അബ്രോഡിൽ നിന്ന് ക്യാഷ് എടുക്കുന്നില്ല. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റിന്. അപ്പൊ എന്ത് കൊടുക്കും? സബ്ട്രാക്ടിങ് ഡിപ്രീസിയേഷൻ ഫ്രം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following components is not included in the calculation of national income? നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്താത്തത് ഏതൊക്കെയാണ്? ഒന്ന് വേജസ് ആൻഡ് സാലറീസ് എടുക്കും, ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എടുക്കും, റെന്റ് ആൻഡ് പ്രോഫിറ്റ് എടുക്കും. പക്ഷേ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എടുക്കത്തില്ല. അത് കാരണം സ്കീം വഴി പേഴ്സണലി ഇൻഡിവിജ്വലിന് കൊടുക്കുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. അത് നമ്മൾ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യാറില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പേഴ്സണൽ ഇൻകം ഡിഫേഴ്സ് ഫ്രം നാഷണൽ ഇൻകം ഇൻ ദാറ്റ് PI. എന്താണ് PIയും നമ്മുടെ നാഷണൽ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ അതിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ്, ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. നെക്സ്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അക്കൗണ്ട് ഫോർ. എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്ട്സ്? എന്താണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്? The total value of goods and services produced within country ഉണ്ട്, പിന്നെ എന്തുണ്ട്? നമ്മുടെ റെസിഡന്റ്, നമ്മുടെ വിത്തിൻ എ കൺട്രി ബോർഡേഴ്സ് ഏതാണ് നമുക്ക് പറയാനുള്ളത്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, the total value of goods and produced within a country borders, then the total value of goods and services by country resident when they produced. ആൻസർ ഓപ്ഷൻ ബി ആണ്. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രീസ് റെസിഡന്റ് റിഗാർഡ്ലെസ് ഓഫ് വെയർ ദേ ആർ പ്രൊഡ്യൂസ്ഡ്. എവിടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതല്ല കാര്യം, അത് നമ്മൾ ഇന്ത്യക്കാർ എവിടെ പ്രൊഡ്യൂസ് ചെയ്താലും അത് ഏതിൽ വരും? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ വരും. എന്നാൽ ഇന്ത്യയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഏതിൽ വരും? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ വരും. ഓക്കെ, നെക്സ്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ്. പെർ ക്യാപിറ്റൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻ ബി, നാഷണൽ ഇൻകം ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ. നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിങ് റിയൽ GDP? നമ്മൾ നോമിനൽ GDP പറ്റിയിട്ടും റിയൽ GDP പറ്റിയിട്ടും പറഞ്ഞു. അപ്പൊ എന്താണ് അവിടെ നമ്മൾ പറഞ്ഞത്? അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, ഇൻഫ്ലേഷന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അത് റിയൽ GDP എന്ന് പറയും. ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ ടു റിഫ്ലെക്ട് ദ ട്രൂ ഗ്രോത്ത് ഓഫ് ദ എക്കണോമി ആണ് ഏത്? റിയൽ GDP എന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി ഇത് കൂടാതെ
PSC ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കുറച്ച് ഈ NNP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ടെലിഗ്രാമിലും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ നോട്ട്സിന് വേണ്ടിയിട്ട് ടെലിഗ്രാം നോക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.